നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുൻ ACP കാർത്തികിന്റെ ഭാര്യ മീനാക്ഷിയെ കാണാനില്ലത്രേ. അവരെ പിടിച്ചോണ്ട് വന്ന് നിങ്ങൾ തടവില് താമസിപ്പിക്കുകയാണെന്ന് ഇദ്ദേഹത്തിന് കംപ്ലൈന്റ് ഉണ്ട്. ഈ മീനാക്ഷിയും കുഞ്ഞും ആ വീട്ടിൽ തന്നെയാ ഉള്ളതെന്ന് എന്താ ഉറപ്പ്? അവരവിടെ ഉണ്ടെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാ സാർ. കാരണം അവരവിടെ കൊണ്ടുചെന്ന് വിട്ടവര് ആ കാര്യം തുറന്നു പറഞ്ഞു. ഇതൊരു കുഴഞ്ഞ കേസാണ്. ആ ഇന്ദ്രജ എന്തായാലും മീനാക്ഷിയുടെ വല്യമ്മയല്ലേ? തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കേസൊന്നും എടുക്കാൻ പറ്റില്ല. അതല്ല സർ, ഇന്ദ്രജയുടെ വീട്ടില് ഒരു റെയ്ഡ് നടത്താൻ പറ്റുമോന്നാ എനിക്കറിയേണ്ടത്. May I come in? Yes. Take your seat. റെയ്ഡൊന്നും പ്രായോഗികമല്ല നമ്പ്യാരെ. റെയ്ഡ് നടത്താൻ വാറണ്ട് വേണ്ടിവരും. മാത്രമല്ല, ഇന്ദ്രജയുടെ പേരിൽ നിലവിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവര് സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന സ്ത്രീയാ. പൊളിറ്റിക്കൽ സപ്പോർട്ടും ഉണ്ട്. കോടതിയിൽ നിന്നും ഒരു ഹേബിയസ് കോർപ്പസ് വാങ്ങിയെടുത്താൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, ഞാൻ മറ്റൊരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാ സാറിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ഇക്കാര്യം കേട്ടപ്പോ ഒരു ഇൻട്രസ്റ്റ്. ടെൽ മീ സഹിറ. സർ, ആ ഇന്ദ്രജയെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സമൂഹത്തിന്റെ മുന്നിൽ മാന്യതയുടെ മുഖംമൂടി ധരിച്ചു നിൽക്കുന്ന ഒരു ക്രിമിനലാ സർ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് നിയമം കയ്യിലെടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സഹിറ. സർ, ഒരു ACPയുടെ ഭാര്യയും മകളെയാണ് കാണാതായിരിക്കുന്നത്. ACP ആണെങ്കിൽ കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിലും. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ യാതൊരു കറക്ഷനും ഇല്ലാത്ത ഓഫീസറായിരുന്നു. അങ്ങയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുൻകൈയെടുത്ത് റെയ്ഡ് നടത്താം. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായാലും സഹിറ ഏറ്റോളാം. ഞാൻ ഏറ്റോളാം സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ മാം. യെസ്, വാട്ട് യു വാണ്ട്? എന്താ മാഡത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം? വിശ്വസിക്കാമല്ലോ അല്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതെന്റെ വിഷയമല്ല. എന്നെ കുറെ നിയമം പഠിപ്പിക്കാൻ നോക്കിയതല്ലേ നിങ്ങള്? നിയമത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും പോലീസുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇവൾ ഏതു പക്ഷത്താണെന്ന സംശയം.
എന്താ പോലീസ് പാർട്ടി എന്റെ വീട്ടിലേക്ക് വല്ല ഉദ്ഘാടനത്തിനും വിളിക്കാൻ വന്നതാണോ അതോ സ്വീകരണം തരാനോ? കാണാൻ വരുന്നത് ഇതിനൊക്കെയാണെന്നാണോ മാഡത്തിന്റെ ധാരണ? അല്ലാതെന്താ, ഞാൻ കുറ്റവാളിയൊന്നും അല്ലല്ലോ. ക്രിമിനൽ കേസ് പോയിട്ട് ഒരു സിവിൽ കേസ് പോലും എന്റെ പേരിലില്ല. അല്ല, നിങ്ങൾ എന്നെ കാണാമെന്ന കാര്യം എന്താന്ന് പറയൂ. മാഡം ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾ വന്നത് ഈ വീട് റെയ്ഡ് ചെയ്യാനാ. വീട് റെയ്ഡ് ചെയ്യാനോ? എന്ത് കാര്യത്തിന്? കാര്യമുണ്ട്. എന്ത് കാര്യം? ആരാ പരാതിക്കാര്? മിസ്റ്റർ ഗിരീഷ് നമ്പ്യാർ. ഇയാളാരാ? ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ പുറകെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഞാനൊരു പരാതി കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ACP മാഡം പറയും. പറയ്, എന്തിനാ റെയ്ഡ്? മുൻ ACP കാർത്തിക്കിന്റെ ഭാര്യ മീനാക്ഷിയെ കാണാനില്ലത്രേ. അവരെ പിടിച്ചോണ്ട് വന്ന് നിങ്ങൾ തടവില് താമസിപ്പിക്കുകയാണെന്ന് ഇദ്ദേഹത്തിന് കംപ്ലൈന്റ് ഉണ്ട്. അതിന് മീനാക്ഷിയെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ ഇയാൾ ആരാണെന്നാ എന്റെ ചോദ്യം. ഇയാളും മീനാക്ഷിയും തമ്മിൽ എന്താ ബന്ധം? കാർത്തിക് എന്റെ ഫ്രണ്ടാ. അയാൾ സുഖമില്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതാ ഞാൻ ഇതിൽ ഇടപെട്ടത്. ഈ കാർത്തിക്കും മീനാക്ഷിയൊക്കെ എന്റെ ആരാണെന്ന് തനിക്കറിയോ? എല്ലാം എനിക്കറിയാം മാഡം. ഞാൻ ചെമ്പകമംഗലത്തെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ഈ അഭ്യുദയാകാംക്ഷയുടെ കഥയൊക്കെ എനിക്കറിയാം. ആ കഥ ഞാൻ പറഞ്ഞ നാണം കെടുന്നത് താൻ തന്നെയായിരിക്കും. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. വേണ്ട വേണ്ട, തർക്കം വേണ്ട. ഞങ്ങളോട് സഹകരിച്ച മാഡത്തിന് കൊള്ളാം. മീനാക്ഷി ഞാൻ എന്തിന് തടവിൽ പൂട്ടിയിടണം? എന്റെ മകളാ അവൾ, എന്റെ അനുജത്തിയുടെ മകൾ. അതുപോലെ തന്നെ എന്റെ ആങ്ങളയുടെ മകനാ കാർത്തിക്. കാർത്തിക് മീനാക്ഷി എന്റെ മക്കളാ. മീനാക്ഷി ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്തായാലും അവൾ ഇപ്പൊ ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഈ സ്ത്രീ പറയുന്നത് വിശ്വസിക്കരുത് മാഡം. ഇവര് കള്ളവേ പറയൂ. ദേ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് മര്യാദകേട് സംസാരിച്ചാ ഞാൻ സഹിക്കില്ല. ഇക്കാര്യത്തിൽ സഹിച്ചേ പറ്റൂ. എന്തായാലും കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ വീട് റെയ്ഡ് ചെയ്തേ പറ്റൂ. എന്റെ വീട് റെയ്ഡ് ചെയ്യണമെങ്കിൽ അതിന് വാറണ്ട് വേണം. വാറണ്ട് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? വാറണ്ടൊന്നുമില്ല. മീനാക്ഷി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. കമോൺ സെർച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.